ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ. നമ്മളിപ്പോൾ ഉള്ളത് ഗോലോക റിട്രീറ്റ്സ് എന്ന് പറയുന്ന ഇസ്കോൺ ഗുരുവായൂരിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ്. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട, മമ്മിയൂർ ക്ഷേത്രത്തിനും KSRTC ബസ് സ്റ്റാൻഡിനും ഒക്കെ തൊട്ടടുത്താണുള്ളത്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഗുരുവായൂർ പോലുള്ള ഒരു പുണ്യസ്ഥലത്ത്, ഒരു തീർത്ഥസ്ഥാനത്ത് വരുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വരും, പിന്നെ അവിടെ കുറച്ച് നേരം ശിവേലിയൊക്കെ കണ്ട് പ്രസാദമൊക്കെ കഴിച്ച് അവിടെ ഹോട്ടലിലൊക്കെ കയറി ഇറങ്ങി ചിലപ്പോൾ ആനയെ കാണാൻ വേണ്ടി പുന്നത്തൂർ കോട്ട അവിടെയൊക്കെ പോയിട്ട് വരാറുണ്ട്. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, ഒരു തീർത്ഥസ്ഥാനത്ത് പോകുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം നമ്മൾ അവിടുത്തെ സാധുക്കന്മാരെ, അവിടെയുള്ള ഭക്തന്മാരെ കണ്ട് അവരിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആ ഭഗവത് ഉപദേശങ്ങൾ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതായിരിക്കണം ഒരു വ്യക്തി തീർത്ഥസ്ഥാനത്തിൽ, ഏത് തീർത്ഥസ്ഥാനമായാലും ശരി, അവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം. സോ അതുകൊണ്ട് നമുക്കിവിടെ ഇസ്കോണിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഗോലോക റിട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ക്ഷേത്രമുണ്ട്. ഇവിടെ വലിയൊരു ക്ഷേത്രം വരാനുള്ള ഒരു തയ്യാറെടുപ്പിലും കൂടിയാണ്. അപ്പോൾ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഇസ്കോണിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ കൃഷ്ണശാസ്ത്രം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 തരം കൃഷ്ണശാസ്ത്രമുണ്ട്. ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് പറഞ്ഞ ഉപദേശങ്ങൾ, ഭഗവത്ഗീത നമുക്കെല്ലാവർക്കും അറിയാം. ഭഗവത്ഗീതയുടെ 700 ശ്ലോകങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥിതിയെക്കുറിച്ചും ഈ മനുഷ്യജന്മം ലഭിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ മറ്റൊരു കൃഷ്ണകഥയുണ്ട്, ഭഗവാനെക്കുറിച്ച്, കൃഷ്ണനെക്കുറിച്ച് ഭക്തന്മാർ പറഞ്ഞ കഥ. അതാണ് ശ്രീമദ് ഭാഗവതം. അത് 18,000 ശ്ലോകങ്ങളുണ്ട്. ഭഗവാനെക്കുറിച്ച് വളരെ വ്യക്തമായി അതിൽ ശ്രീമദ് ഭാഗവതത്തിൽ വിവരണങ്ങളുണ്ട്. ഇതൊക്കെ പഠിപ്പിക്കാൻ നമുക്കിവിടെ ഭക്തിവേദാന്ത അക്കാഡമി എന്ന് പറയുന്നൊരു അക്കാഡമിയും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭക്തന്മാരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. ഇവിടെ ഭഗവാന്റെ, ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ പടിഞ്ഞാറേ നടയുന്നത് വലിയ ദൂരമില്ല, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ദയവായിട്ട് ഈ സ്ഥലം സന്ദർശിക്കുക, ഇവിടെ ക്ഷേത്രത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുക, ഭഗവാന്റെ ദർശനമെടുക്കുക, ക്ലാസ്സുകളിലും പങ്കെടുക്കുക, ഭക്തന്മാരുടെ അനുഗ്രഹം സ്വീകരിക്കുക. ഹരേ കൃഷ്ണ.